ബോസ് മലയാളം സീസൺ 8ന്റെ അടുത്ത പ്രഡിക്ഷൻ ലിസ്റ്റ് എത്തിയിരിക്കുകയാണ്. എന്റെ പൊന്നു മക്കളെ, ഞെട്ടുന്ന പേരുകളാണ് എല്ലാം, നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളും. പ്രഡിക്ഷൻ ലിസ്റ്റ് ഇടുമ്പോഴേ എല്ലാവരും ചോദിക്കും, പ്രഡിക്ഷൻ ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഇടുന്നുണ്ട്, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അങ്ങനെ അധികം കൺഫേംഡ് ഒന്നും പറയുന്നില്ല. പക്ഷേ ഇതിനകത്ത് നിന്നും പലരും കൺഫേംഡ് അല്ലേ, പലരുടെയും ഇന്റർവ്യൂ കഴിഞ്ഞിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെ, അതിനെക്കുറിച്ചിട്ടൊക്കെ പറയാം, എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നുള്ളത്. പ്രഡിക്ഷൻ ലിസ്റ്റിന്റെ സെക്കൻഡ് പാർട്ടുമായിട്ട്, പ്രഡിക്ഷൻ ലിസ്റ്റ് 2 ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർ തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിലും നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരായിരുന്നുവെങ്കിലും ഇത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും നമ്മുടെ പണ്ടത്തെ ആൾക്കാർക്കും ഇപ്പോഴത്തെ യൂത്തിനും പൂക്കീസിനും അതുപോലെ തന്നെ നമ്മുടെ പണ്ട് മുതലുള്ള സിനിമാ താരങ്ങള്, ഇപ്പോഴത്തെ സീരിയൽ താരങ്ങള്, അതുപോലെ തന്നെ കോൺട്രവേഴ്ഷ്യൽ താരങ്ങള്, സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്നവര്, റീൽ ക്രിയേറ്റേഴ്സ്, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, അങ്ങനെ തുടങ്ങി നിരവധി ആൾക്കാരാണ് ഇത്തവണ ഈ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിനകത്ത് വന്നിരിക്കുന്നത്. വൈകിപ്പിക്കേണ്ട, നമുക്ക് നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് 2 പോവാം. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത്. അപ്പോൾ ആദ്യം തന്നെ വിഷമകരമായ ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ബിഗ് ബോസ് സീസൺ 7ലെ അനീഷ് ചേട്ടൻ്റെ അച്ഛൻ ഇന്നലെ മരണപ്പെട്ടു. അതൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ഇടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാതിരുന്നത്. അപ്പം എനിക്കതിൽ എന്ത് പറയണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്ത് റെസ്റ്റ് ഇൻ പീസ് എന്ന് പറഞ്ഞാലോ, ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞാലോ, കണ്ടോളസൻസ് അറിയിച്ചു കഴിഞ്ഞാലോ എനിക്കതിലൊരു സമാധാനം പേഴ്സണലി കിട്ടുന്ന ഒരു കാര്യമല്ല. സോ എനിക്കതിൽ എന്ത് പറയണമെന്ന് അറിയില്ല. നിങ്ങളോട് ഞാനത് അറിയിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയുന്നു, ഇത് പ്രഡിക്ഷൻ ലിസ്റ്റ് ആണ്. ഇതിനകത്ത് ബിഗ് ബോസ് വിളിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവാം, വിളിക്കാത്ത ആൾക്കാരുണ്ടാവാം, ചിലപ്പോൾ ഓഡീഷൻ കഴിഞ്ഞ ആൾക്കാരുണ്ടാവാം, വിളിച്ചിട്ട് റിജക്ട് ചെയ്തതും, അതുപോലെ തന്നെ ഓഡീഷൻ മുന്നേറി ചിലപ്പോൾ കൺഫേംഡ് ആയ ആരെങ്കിലുമൊക്കെ ഉണ്ടാവാം. നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഞാനൊന്നും പറയത്തുമില്ല, അത് വേറൊരു കാര്യം. അപ്പോൾ നമുക്ക് പ്രഡിക്ഷൻ ലിസ്റ്റുകളായിട്ട് തന്നെ അവസാന ഘട്ടം വരെയും പോവാം. ഓൾറെഡി ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ. അതിൻ്റെ കാര്യം നമുക്ക് ഈ വീഡിയോയുടെ എൻഡിൽ ഡിസ്കസ് ചെയ്യാം. ഇത് പുതിയ 2ാമത്തെ പ്രഡിക്ഷൻ ലിസ്റ്റ് ആണ്. ഇതിനകത്തുള്ള പേരൊന്നും ആ 1ലില്ല. 1 കാണാത്തവർ അത് പോയി കണ്ടു നോക്കുക കേട്ടോ. അതാണ് ഈ വീഡിയോയുടെ തുടക്കം. അപ്പോൾ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്ന പേര് ഒരു സിംഗറിൻ്റെയാണ്. ഞാൻ ഫോട്ടോ കാണിക്കാം. ഞാൻ ടാബിലാണ് ഫോട്ടോ കാണിക്കുന്നത്. ഞാൻ ഇതുവരെ ടാബിൽ ഫോട്ടോ കാണിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. കമൻറ്റ് ചെയ്യണം എന്തായാലും. ഇതാണ് 1ാമത്തെ പേരായിട്ട് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അറിയാവോ ഈ പുള്ളിക്കാരിയെ? നമ്മുടെ സ്വന്തം ശിവാംഗി കൃഷ്ണകുമാറാണ്. നമ്മുടെ സിംഗറൊക്കെ ആയിട്ടുള്ള ശിവാംഗിയാണ്. കഴിഞ്ഞ വർഷം ബിഗ് ബോസിനകത്ത് ലാസ്റ്റ് എപ്പിസോഡുകളിൽ പാട്ട് പാടാൻ വന്നത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അതുപോലെ തന്നെ നമ്മുടെ തമിഴകത്തിലും മലയാളത്തിലും ഒരുപോലെ തന്നെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ആളാണ് ശിവാംഗി. കഴിഞ്ഞ പ്രാവശ്യം തമിഴകത്തായിരുന്നു ട്രെൻഡിങ് എങ്കിൽ ഈ വർഷം ഈ സമയത്ത് മലയാളത്തിൽ എന്താ പറയുക, എല്ലാ പ്രോഗ്രാമുകളിലും എല്ലാ ചാനലുകളിലും ഗസ്റ്റായിട്ടും ജഡ്ജായിട്ടും ഒക്കെ ശിവാംഗി തിമിർത്ത് പൊളിക്കുകയാണ്. അപ്പൊ ശിവാംഗിക്ക് ഒരു ക്ഷണം ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് നോക്കാം. ശിവാംഗി വരാനൊക്കെ ആയിട്ടുള്ള ചാൻസസ് വളരെ കുറവാണ്. എന്നാലും ശിവാംഗി വന്നു കഴിഞ്ഞാൽ അത് ഒത്തിരി ഓഡിയൻസ് തമിഴകത്ത് നിന്ന് നമ്മുടെ മലയാളം കാണാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോൾ 1ാമത്തെ എൻ്റെ പ്രഡിക്ഷൻ ശിവാംഗി കൃഷ്ണകുമാർ. 2ാമത്തെ പ്രഡിക്ഷൻ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന ആൾ തന്നെയാണ്. ഒരു ഗെയിമറും സ്ട്രീമറും ഒക്കെയാണ്. ഇപ്പൊ 2 ദിവസമായിട്ട് വിവാദങ്ങളിലാണ് പുള്ളിക്കാരൻ. പേര് ദേ, നിങ്ങൾ പറയൂ, എന്താ പേര്? തൊപ്പി. നമ്മുടെ സ്വന്തം തൊപ്പിയാണ്. അപ്പൊ തൊപ്പിയെയും ബിഗ് ബോസ് സമീപിക്കാനായിട്ടുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. തൊപ്പി വരുമോ ഇല്ല എന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. തൊപ്പിയോ തൊപ്പിയുടെ ആ ഒരു MRC ഗ്യാങ്ങിലുള്ള ആരെങ്കിലുമോ, തൊപ്പിയുടെ പേര് പറയുന്നതോടൊപ്പം ഞാൻ ആ ഒരു ഗ്യാങ്ങും കൂടെ പറയുവാണ്, ആ ഗ്യാങ്ങിലുള്ള അത്യാവശ്യം കോൺട്രവേഴ്ഷ്യൽ താരങ്ങളായ ആരെങ്കിലുമോ വരാനുള്ള സാധ്യതകൾ ഉണ്ട്. അടുത്ത 3ാമത്തെ പേര് ഞാൻ പറയുന്നത് ഒരു ആങ്കറിന്റെ പേരാണ്. ഇപ്പൊ കറന്റ് ഇന്റർവ്യൂവറൊക്കെയാണ്, പണ്ട് ആങ്കറൊക്കെ ആയിരുന്നു. ദേ, അറിയാവോ ആളെ? നമ്മുടെ സ്വന്തം മീര അനിലാണ്. മീര അനിൽ. അപ്പൊ മീര അനിലിനെ ഞാൻ എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം മീര ആങ്കർ ആയിരുന്നപ്പോൾ ഒരു അടിപൊളി ആങ്കർ ആയിരുന്നു, ഭയങ്കര വാല്യൂ ഉള്ള ഒരു ആങ്കർ ആയിരുന്നു. ഇന്റർവ്യൂവർ ആയിരുന്നപ്പോൾ പലരിടത്തും ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ നമുക്കിപ്പോഴും മനസ്സിൽ ഓർമ്മയുള്ള ചോദ്യങ്ങളുണ്ട്. റിയാസ് കോമഡി സ്റ്റാർസിൽ പോകുമ്പോൾ റിയാസിനോട് ചോദിക്കുന്നുണ്ട്, റിയാസ് കല്യാണം കഴിക്കുവോ, കഴിക്കില്ലേ? അപ്പൊ അതുപോലെ തന്നെ മല്ലിക സുകുമാരനായിട്ടുള്ള ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്, മല്ലിക അമ്മയ്ക്ക് ഇവളെ ഒന്ന് സൂക്ഷിച്ചാലാണ് നല്ലതെന്ന് തോന്നുന്ന മരുമകൾ. അപ്പൊ ഇതുപോലത്തെ കൊനസ്റ്റ് ചോദ്യങ്ങൾ ചോദിക്കാൻ മീര അനിലിനെ പോലെ ഒരു ആങ്കർ അല്ല, ഒരു ഇന്റർവ്യൂവറിന് ഭയങ്കര കഴിവാണ്. സോ കൊനസ്റ്റ് ചോദ്യങ്ങൾക്കും കൊനസ്റ്റ് ഉത്തരങ്ങൾക്കുമായി മീര അനിൽ വിൽ ബി എ ബെസ്റ്റ് ചോയ്സ് ഫോർ സീസൺ 8 ഓഫ് ബിഗ് ബോസ്. അപ്പൊ അതുകൊണ്ട് മീര അനിലിനും ഒരു കോൾ പോയി കഴിഞ്ഞാൽ നന്നായിരിക്കും ബിഗ് ബോസെ എന്നാണ് ഞാൻ കരുതുന്നത്.
അടുത്ത നാലാമത്തത് ഞാൻ പറയാൻ പോകുന്നത് കഴിഞ്ഞ സീസണിലെ ബിഗ് ബോസിൽ വന്നിട്ടുള്ള ഒരാളുമായിട്ട് ചെറിയൊരു ബന്ധം ഈ പുള്ളിക്കുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ കൊല്ലം സുധിയുടെ മകനായിട്ടുള്ള കിച്ചു സുധിയുടെ പേരാണ് ഞാൻ പറയുന്നത്. ബിഗ് ബോസ് വിളിക്കാനായിട്ടുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് കിച്ചുവിനെ. നമുക്ക് നെഗറ്റീവ് മാത്രം പോരല്ലോ എപ്പോഴും ബിഗ് ബോസിൽ, ഒരു പോസിറ്റീവ് വൈബും കൂടെ വേണം അല്ലേ? ഇപ്പൊ തന്നെ നമ്മുടെ കുട്ടികൾ, ഈ പറഞ്ഞ 18 വയസ്സ് മുതലുള്ള കുട്ടികൾ ഈ സമൂഹത്തിന് എന്ത് മെസ്സേജസ് ആണ് കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കിച്ചുവിന്റെ ഒരു പാസ്റ്റ് ഹിസ്റ്ററിയും ഇപ്പോഴത്തെ കിച്ചുവിന്റെ ഒരു പോക്ക കിച്ചു പറഞ്ഞിട്ടുണ്ട്. സോ കിച്ചുവിനെ പോലെ ഒരാൾ വന്നു കഴിഞ്ഞാൽ കുറച്ച് പോസിറ്റിവിറ്റി ഒക്കെ ബിഗ് ബോസിനകത്ത് ഉണ്ടാവാനായിട്ടുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. സോ കിച്ചുവിനെ തള്ളിക്കളയാൻ പറ്റില്ല. അടുത്ത ഞാൻ 5ാമത്തെ പേര് പറയുന്നതും കഴിഞ്ഞ സീസണിലെ ഒരു കണ്ടസ്റ്റന്റിന്റെ അമ്മയാണ്. ഞാൻ ഫോട്ടോ കാണിക്കാൻ, നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിക്കേ. നമ്മുടെ സ്വന്തം ഷീന സന്തോഷാണ്. കഴിഞ്ഞ സീസണിലെ ഷൈത്യയുടെ അമ്മയാണത്. അപ്പം എനിക്ക് തോന്നുന്നു നല്ലൊരു ബിഗ് ബോസ് മെറ്റീരിയൽ ആവാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത് ഇവരെ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവർ ഭയങ്കര അടിപൊളി കാലിബർ ഉള്ള ഒരു എന്താ പറയുക, ഒരു നടി കൂടിയാണ്. നമ്മുടെ അമൃത TV-യിലുള്ള പ്രോഗ്രാം നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഏഷ്യാനെറ്റിലെ സീരിയൽസ് ഒക്കെ ചെയ്യുന്നുണ്ട്, ചെറിയ ചെറിയ വർക്കൊക്കെ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ബിഗ് ബോസിനെ പറ്റിയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഈ പറയുന്നത് നമ്മുടെ ഷൈത്യയുടെ അമ്മ എന്നുള്ളത്. ഷൈത്യയും ഒരിക്കലും ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റത്തില്ല. അപ്പൊ അതുപോലെ തന്നെ മറ്റൊരു ബിഗ് ബോസ് മെറ്റീരിയലായിട്ട് ഷീന സന്തോഷ് വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് നോക്കാം. ബിഗ് ബോസ് വിളിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല. ശൈത്യ വന്ന അതേ കാറ്റഗറിയിൽ നിന്നും ഷീന സന്തോഷ് വന്നേക്കാം. ഓക്കെ, അടുത്ത 6ാമത്തെ പേര് ഞാൻ പറയുന്നത് ഒരു ഇന്റർവ്യൂവറിന്റെ പേരാണ്. ഇന്റർവ്യൂവർ മാത്രമല്ല, ഇപ്പൊ സിനിമകളിലൊക്കെ ചെറുതായിട്ടൊക്കെ തലയൊക്കെ കാണിക്കുന്നുണ്ട്. ഫോട്ടോ ഞാൻ കാണിക്കാം. നമ്മുടെ സ്വന്തം ഹൈദർ അലിയാണ്. ഹൈദർ അലിയുടെ ഇന്റർവ്യൂസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അധികം അടിപൊളി ഇന്റർവ്യൂസ് ആണ്. കാരണം അത്യാവശ്യം നമ്മളിപ്പോൾ ഭയങ്കര ഒരു കോൺട്രവേഴ്ഷ്യയിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ കൂടിയും ഹൈദർ അലിയുടെ ഇന്റർവ്യൂവിൽ വരുമ്പോൾ നമുക്കത് കുറച്ച് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഫീൽ ചെയ്യും. മാത്രമല്ല ഹൈദർ അലി ഇപ്പം നമുക്ക് ഈ ന്യൂസ് റിപ്പോർട്ടറൊക്കെ പോലെയൊക്കെ ഞാൻ 1-2 പടത്തിലൊക്കെ കണ്ടതായിട്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. സോ ഹൈദർ അലി വാക്ചാതുര്യം കൊണ്ട് ബിഗ് ബോസ് വീട്ടിൽ അമ്മാനമാടാൻ പറ്റുന്ന ഒരാൾ അത് ഹൈദർ അലി ആയിരിക്കും വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അടുത്ത പേര് ഞാൻ പറയാൻ പോകുന്നത് ഒരു ആർട്ടിസ്റ്റിന്റെ പേരാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മുടെ ഏഷ്യാനെറ്റിലെ ഒരു ആളാണ്. നോക്കിക്കോ, അറിയാവോ? നമ്മുടെ സ്വന്തം സാന്ത്വനം സീരിയലിലെ കണ്ണനായിട്ട് അഭിനയിച്ച അച്ചു സുഗന്ധിന് ഇത്തവണ ബിഗ് ബോസിലേക്ക് ഒരു ക്ഷണം ഉണ്ടാവട്ടെ എന്ന് ഞാൻ കരുതുന്നു. വരണം എന്ന് തന്നെയാണ് എനിക്ക് ആഗ്രഹം കേട്ടോ. അടുത്ത പേര് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ പുള്ളിയും ആർട്ടിസ്റ്റ് തന്നെയാണ്. റീസെൻ്റ്ലി ഇപ്പം നമ്മുടെ ഇലക്ഷനിലൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അഖിൽ മാരാറല്ല, ഇലക്ഷനിലൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. ഞാൻ താമസിക്കുന്ന അതേ മണ്ഡലം, അരുവിക്കര മണ്ഡലത്തിൽ നിന്നും തോറ്റുപോയ BJP സ്ഥാനാർത്ഥിയായിരുന്നു. ഇതായിരുന്നു പുള്ളിക്കാരൻ. നിങ്ങൾക്കറിയാവോ, നമ്മുടെ സ്വന്തം വിവേക് ഗോപനാണ്. അപ്പം ഈ പുള്ളി ഇപ്പൊ പൊളിറ്റിക്സിലേക്കോട്ടൊക്കെ ഇറങ്ങുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ പരസ്പരം സീരിയൽ എത്രത്തോളം ഹിറ്റ് ആണെന്നുള്ളത്. അപ്പൊ പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞാൽ കുറച്ച് പൊളിറ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൊമെന്റ് പ്ലസ് കുറെ നമുക്ക് ഇപ്പൊ സീരിയൽ കാറ്റഗറിയിൽ നിന്ന് ഒരാൾ വേണമല്ലോ. അങ്ങനെ ഞാൻ പറയുന്ന ഒരു പേരാണ് നമ്മുടെ വിവേക് ഗോപനെ. നമുക്ക് നോക്കാം. 9ാമത്തെ പേര് ഞാൻ പറയുന്നത് ഇൻസ്റ്റഗ്രാമിന്റെ രോമാഞ്ചകഞ്ചുകമായ കോൺട്രവേഴ്ഷ്യൽ താരമായ, ഡ്രസ്സിന്റെ പേരിൽ കോൺട്രവേഴ്സി അനുഭവിക്കുന്ന, അല്ലെങ്കിൽ കൂടെ ഒരു മാമൻ ഉണ്ടെന്നുള്ള പേരിൽ കോൺട്രവേഴ്സി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തിനെ നിങ്ങൾക്കറിയാമോ? തുമ്പി എന്നാണ് പേര്. അക്കൗണ്ടിന്റെ പേര് വിഷ്ണു കെ ഷിംന എന്നാണ്. ഈ വിഷ്ണു ഇനി മാമന്റെ പേരാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആർട്ടിസ്റ്റ് മോഡലും ഒക്കെയാണ് പുള്ളിക്കാരി. ഈ പുള്ളിക്കാരിക്ക് ഒരു കോൾ ഞാൻ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇൻസ്റ്റഗ്രാമിൽ അത്രയധികം ഹേറ്റ് മേടിച്ച് കൂട്ടുന്നുണ്ട്, ട്രോള് മേടിച്ച് കൂട്ടുന്നുണ്ട്, സപ്പോർട്ടുള്ളവരുണ്ട്. പല രീതിയിലുള്ള കുറേ പേര് പറയുന്നു വൾഗർ ഫോട്ടോസ് ആണെന്ന്, കുറേ പേര് പറയുന്നു ഓക്കെ ആണെന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിരവധി ചേരികളായി തിരിഞ്ഞാണ് ഫാൻസിന്റെയും ഹേറ്റേഴ്സിന്റെയും ആക്രമണം. സോ ഈ പറയുന്ന തുമ്പി ബിഗ് ബോസിൽ വന്നാൽ എങ്ങനെ ആയിരിക്കും എന്ന് എനിക്ക് അറിയാൻ ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ തുമ്പിയുടെ പേര് പറയുന്നു. 10ാമത്തെ പേര് നമ്മൾ കഴിഞ്ഞ തവണ അവസാന നിമിഷം വരെയും പറഞ്ഞുകൊണ്ടിരുന്ന പേരുകളിൽ ഒന്നായിട്ടുള്ള നമ്മുടെ സ്വന്തം ഇന്റർവ്യൂവർ ആരാണ്? രോഹൻ ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചൊന്നു നമ്മുടെ സീസൺ 5-ലെ വിഷ്ണുവിനെ പോലെ, അല്ലെങ്കിൽ സീസൺ 6-ലെ സിജോനെ പോലെ, അല്ലെങ്കിൽ സീസൺ 7-ലെ നമ്മുടെ ആര്യനെയും അഭിലാഷിനെയൊക്കെ പോലെ തന്നെ ഗെയിം കളിച്ച് തിമിർത്ത് ഒരു ടാസ്ക് ബീസ്റ്റ് അവിടെ വേണമല്ലോ. അപ്പം രോഹൻ ലോണയിൽ ഞാനൊരു ടാസ്ക് ബീസ്റ്റിനെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ രോഹന്റെ പേര് പറയുന്നു. അടുത്ത 11ാമത്തെ പേരായിട്ട് ഞാൻ പറയുന്നത് ഒരു ആക്ട്രസും മോഡലും ഒക്കെയാണ്. എപ്പോഴും നമ്മൾ ജാസിയുടെ പേര് പറയും അല്ലേ? പക്ഷേ ജാസിയുടെ കൂടെ നിന്ന് ജാസിയെ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആക്ട്രസും ഒരു മോഡലുമായിട്ടുള്ള നമ്മുടെ സ്വന്തം
ആരായത്? ശ്രീലക്ഷ്മി ബോണിറ്റയാണ്, ആക്ട്രസ് മോഡലുമായിട്ടുള്ള ശ്രീലക്ഷ്മിയുടെ ഒരു ക്യാരക്ടർ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ശ്രീലക്ഷ്മി എന്തും എവിടെയും ഇനി എന്ത് പച്ചയ്ക്ക് തുറന്നു പറയുന്ന ഒരു ക്യാരക്ടറാണ്. നമ്മുടെ ശ്രീലക്ഷ്മി അറക്കലിനെ പോലെ തന്നെ മറ്റൊരു വെർഷനാണ് ശ്രീലക്ഷ്മി ബോണിക്ക. സോ ശ്രീലക്ഷ്മി ബോണിക്കും ഒരു ചാൻസ് കിട്ടിയാൽ ബിഗ് ബോസ് വീട് നമുക്ക് ഒരു എന്താ പറയുക കുറെ പുതിയ വേർഡുകളെല്ലാം കേൾക്കാനായിട്ട് പറ്റും. അപ്പം ശ്രീലക്ഷ്മി ബോണിറ്റയും വിൽ ബി എ ഗുഡ് ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അടുത്ത 12ാമത്തെ പേര് ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾ പറയും അവനും ഇവളും അവനും എങ്ങനെ സെറ്റ് ആവുമെന്ന് നിങ്ങൾ ചോദിക്കും. പക്ഷെ അങ്ങനെയല്ല. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള നമ്മുടെ ഫസ്മിനയെ ഞാൻ ബിഗ് ബോസിലേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ബിഗ് ബോസിലേക്ക് കയറാനാണോ എന്തോ ഫസ്മിന ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നല്ലപോലെ കഷ്ടപ്പെട്ട് എല്ലാവരെയും എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ബിഗ് ബോസിലേക്ക് കയറാനുള്ള മാർഗ്ഗമാണോ എന്ന് അറിയില്ല. ബിഗ് ബോസ് വിളിച്ചോന്നൊന്നും അറിയത്തില്ല. എന്നാലും നമുക്ക് ഫസ്മിനയുടെ പേര് 12ാമതായി അടുത്തവിടെ വെച്ചേക്കാം. അടുത്ത 13ാമതായി ഞാൻ പറയാൻ പോകുന്ന പേര് ഒരു കോണ്ടന്റ് ക്രിയേറ്ററും റീൽ ക്രിയേറ്ററും ഒക്കെ ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ ആദ്യം തന്നെ പറയാം പെണ്ണേ ശീലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ ഇടുന്ന നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്തുകാരനായിട്ടുള്ള ആദർശ് ഷേണായിയാണ്. ആദർശ് ഷേണായി സത്യം പറഞ്ഞാൽ ഭയങ്കര എൻജോയിങ് ഫാക്ടറാണ് പുള്ളിക്കാരൻ്റെ വീഡിയോ. നമ്മുടെ ജുനൈസ് ഒക്കെ ബിഗ് ബോസിൽ വന്ന പോലെ തന്നെ ആദർശ് ഷേണായി വന്നു കഴിഞ്ഞാൽ കുറേയൊക്കെ കോമഡി ആയിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ചിരിക്കാനുള്ള കുറേ സാധനങ്ങൾ കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പേഴ്സൺ കൂടിയാണ് ഈ ആദർശ് ഷേണായി. സോ ഞാൻ ബിഗ് ബോസിലേക്ക് ആദർശിനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും ആദർശിനെ. അടുത്ത് ഞാൻ 14ാമതായിട്ട് പറയാൻ പോകുന്നത് ഒരു ട്രാൻസ് വുമന്റെ പേരാണ്. ട്രാൻസ് വുമൺ എന്ന പേര് മാത്രമേ ഉള്ളൂ, കാഴ്ചയിൽ വുമൺ തന്നെയാണ്. നമുക്കറിയാം ട്രാൻസ് വുമൺ എന്ന് പറയുമ്പോൾ ചിലർക്ക് ഇപ്പോഴും ആ ഒരു പഴയ ലുക്കൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പൊ പഴയ ലുക്ക് ഒന്നുമില്ല, മൊത്തത്തിൽ പുതിയ ഒരാളായിട്ട് മാറിയിരിക്കുന്ന നമ്മുടെ സ്വന്തം ആരാണിത്? ആകാംക്ഷയാണ്. ആകാംക്ഷ. അപ്പോൾ ആകാംക്ഷയെ ഞാൻ ഇത്തവണ ബിഗ് ബോസിലേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ചമയവിളക്കിലൊക്കെ ആകാംക്ഷ ഇത്തവണ നല്ല ട്രെൻഡിങ് ആയിരുന്നു. സോ ആകാംക്ഷയ്ക്കും ബിഗ് ബോസിൽ നിന്നൊരു കോൾ വരാനായിട്ടുള്ള ഒരു സ്കോപ്പ് ഞാൻ കാണുന്നുണ്ട്. അടുത്ത് 15ാമതായി ഞാൻ പറയുന്നത് നമ്മുടെ സ്വന്തം ആർട്ടിസ്റ്റാണ്. ഒരു ആർട്ടിസ്റ്റാണ്. നിങ്ങൾക്ക് ഇത് ഈ മനുഷ്യനെയൊന്നും അറിഞ്ഞുകൂടാത്തവർ ആരും ഉണ്ടാവത്തില്ല. ഒരു സീനിയർ ആർട്ടിസ്റ്റാണ്. എന്നാൽ ഇപ്പോഴും നമ്മുടെ മമ്മൂട്ടിയൊക്കെ പോലെ തന്നെ ഇരിക്കുന്ന ഒരാളാണ്. അറിയാവോ നിങ്ങൾക്ക്? എനിക്ക് പുള്ളിക്കാരൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഷോ കാര്യം നിസ്സാരമാണ് കേട്ടോ. പേര് അനീഷ് രവി. നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇപ്പോഴും കുറേ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല ഒരു ആക്ടർ കൂടിയാണ് അദ്ദേഹം. സോ ഇദ്ദേഹത്തിന് ഒരു ബിഗ് ബോസ് കാരണവരായി ബിഗ് ബോസ് വീട്ടിൽ കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അടുത്ത 16ാമത്തതായി ഞാൻ പറയാൻ പോകുന്നത് ഇൻസ്റ്റഗ്രാം പെൺകുട്ടികളുടെ രോമാഞ്ച കഞ്ചുകം. അടുത്ത സോഷ്യൽ മീഡിയ റീൽ ക്രിയേറ്റർ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം അറിയാവോ? നിങ്ങൾക്കറിയാവോ? തുപ്പൽ പൊട്ടാസ്. യഥാർത്ഥ പേര് എനിക്ക് അറിയത്തില്ല. തുപ്പൽ പൊട്ടാസ് എന്നേ അറിയാവോ. നമ്മുടെ ആദം സാപ്പിളിന്റെ ഒരു കട്ടില്ലേ, നമ്മുടെ നോക്ക് മക്കളെ നോക്കങ്ങോട്ട്, ആദം സാപ്പിൾ, അതായത് ആകാശ് പരമേശ്വരൻ്റെ ഒരു കട്ടില്ലേ. പക്ഷെ അതല്ല, അത് വേറെ, ഇത് വേറെ. ഓക്കെ, ഇത് നമ്മുടെ തുപ്പൽ പൊട്ടാസാണ്. തുപ്പൽ പൊട്ടാസിന്റെ വീഡിയോകൾ യൂത്തിന് ഇൻസ്പിറേഷൻ നൽകുന്ന വീഡിയോസാണ്. അപ്ഡേറ്റഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ്. സോ പുള്ളിക്കാരനെ ഞാൻ ബിഗ് ബോസിലേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് ഇത്തവണ. അടുത്ത് 17ാമത് ഞാൻ പറയാൻ പോകുന്നതും ഒരു ഇന്റർവ്യൂവറിന്റെ പേര് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ ട്രാൻസിഷൻ ക്വീൻ ആയി മാറി. സോഷ്യൽ മീഡിയയിൽ എയറിൽ ഇറങ്ങുന്നു, അടുത്ത ട്രാൻസിഷൻ ഇടുന്നു, എയറിൽ കയറുന്നു, ഇറങ്ങുന്നു. നമ്മുടെ സ്വന്തം മെഹർ ഫാത്തിമ. അതെ, മെഹർ. കഴിഞ്ഞ വർഷം ബിഗ് ബോസിലേക്കൊക്കെ മെഹറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അറിയാൻ പറ്റിയത്. ഇത്തവണ നമുക്ക് നോക്കാം വിളിക്കുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. എല്ലാം പ്രഡിക്ഷനാണ്. എന്നാലും മെഹറും ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അടുത്ത 18ാമതായി ഞാൻ പറയാൻ പോകുന്നത് പൂക്കി വേണ്ടേ. നമുക്ക് എല്ലാ സീസണിലും പൂക്കീസ് ഉണ്ടാവും. അപ്പോൾ ഈ സീസണിൽ ഒരു പൂക്കിയായി ഞാൻ പ്രഡിക്ഷൻ പറയാൻ പോവാണ്. മോഡലും ആക്ടറുമായിട്ടുള്ള നമ്മുടെ സ്വന്തം വ്യാസനെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വയൽക്കാടിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. വ്യാസൻ വരാനായിട്ടുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ വ്യാസന്റെ പേര് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് എല്ലാവരോടും പറയുവാണ്. വ്യാസൻ. നമുക്ക് നോക്കാം അല്ലേ വ്യാസൻ വരുമോ എന്നൊക്കെ ഉള്ളത്. നമ്മുടെ ആര്യൻ കദൂരിയൊക്കെ ഫാൻസ് ഉള്ളായിരുന്ന പോലെ ആ വ്യാസന് ഫാൻസ് ഒക്കെ വരുമോ എന്ന് നോക്കാം. വ്യാസൻ വരുമോ എന്ന് നമുക്ക് നോക്കാം. എന്നിട്ടല്ലേ ഫാൻസ്. അടുത്ത 19ാമതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ അവസാനം വരെ ലിസ്റ്റുകളിൽ കൺഫേംഡ് വരെ പറഞ്ഞുകൊണ്ടിരുന്ന സ്റ്റാൻഡപ്പ് കൊമേഡിയനും ആർട്ടിസ്റ്റും ഒക്കെ ആയിരുന്ന ഇദ്ദേഹം. ആരാണ് ഇദ്ദേഹം? നമ്മുടെ ദീപക് മോഹനാണ്. ദീപക് മോഹനെ ഞാൻ ഇത്തവണയും ഈ ലിസ്റ്റിൽ വെക്കുകയാണ്. ചിലപ്പോൾ ചില വർഷങ്ങളിലൊക്കെ ലിസ്റ്റുകളുടെ അവസാനം വരെ വന്നിട്ട് ക്യാൻസലായി പോകുന്ന കണ്ടസ്റ്റൻസുകളുണ്ട്. മേ ബി അടുത്ത വർഷത്തേക്ക് പരിഗണിക്കപ്പെട്ടേക്കാം അങ്ങനെയുള്ളവരൊക്കെ. അപ്പോൾ അതുകൊണ്ട് ദീപക് മോഹനെയും ചിലപ്പോൾ പരിഗണിക്കപ്പെട്ടിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അടുത്ത് ഞാൻ 20ാമതായിട്ട് പറയാൻ പോകുന്ന പേര് ഒരു ഓണ്ടർപ്രണറിൻ്റെ പേരാണ്. ഫോട്ടോ കുറച്ച് പഴയതാണ്. എന്നാലും ഈ പുള്ളിയെ നിങ്ങൾക്ക് അറിയാമോ? അബിൽ ദേവ് എന്നാണ് പേര്. കഴിഞ്ഞ വർഷം ഞാൻ പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ പറഞ്ഞിട്ടുള്ള പേരാണ്. ഈ വർഷം കൂടി ഞാൻ പറയുന്നേ ഉള്ളൂ. നമ്മുടെ സീസൺ 6 അഭിഷേക് ശ്രീകുമാർ, സീസൺ 7 ലക്ഷ്മി,
സീസൺ 8 അബിൽ ദേവ് വരുമോ നോക്കാം. ഇവരൊക്കെ ഒരു ടീമാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഫ്രണ്ട്സ് ഗ്യാങ് ആണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരിൽ നിന്നും ഇപ്പം നമുക്കറിയാലോ, ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ നിന്നൊക്കെ ഉള്ളവരൊക്കെ വരാൻ സാധ്യതയുണ്ട്. പല രീതികളിലും ഇവരുടെ ഉപദേശങ്ങളൊക്കെ കൊടുത്ത് ഓഡീഷനൊക്കെ പാസ്സായിട്ടൊക്കെ വരാനായിട്ടുള്ള സാധ്യതകൾ. ഇപ്പം ഞാൻ അബിലിൻ്റെ കേസ് പറഞ്ഞല്ല, ജനറലി. അപ്പം അതുകൊണ്ട് എനിക്ക് അബിലിനെ ഒരു ഡൗട്ട് ഉണ്ട്. നമുക്ക് അബിലിൻ്റെ പേര് അവിടെ തന്നെ വെച്ചേക്കാം. അടുത്ത അവസാനത്തെ പേരായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഒരു ഇൻഫ്ലുവൻസറാണ്. പുള്ളിക്കാരി ഇപ്പം സ്ഥലത്തില്ലെന്നാണ് ഞാൻ തിരക്കുമ്പോൾ അറിയുന്നത്. എന്നാലും ഞാനൊരു സാധ്യത കാണുന്നുണ്ട് ബിഗ് ബോസിലേക്ക്. ഇതാണ് ഇൻഫ്ലുവൻസർ. പുള്ളിക്കാരി ഇപ്പം ദുബായിലാണ്. നിങ്ങൾക്ക് ആരെങ്കിലും അറിയാവോ ഈ പുള്ളിക്കാരിയെ? പേര് റാഷിദ എന്നാണ്. റാഷിദ UAE-യിലാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു സാധ്യത കാണുന്നുണ്ട്, ഈ പുള്ളിക്കാരിയെ ബിഗ് ബോസ് വിളിക്കാനായിട്ടുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അപ്പം ഞാൻ 21 പേരുകളാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. 21 പേരുകൾ. ഓക്കെ, അതിനകത്ത് ഇന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നതിൽ 9 പെൺകുട്ടികളുടെ പേരും 12 ആൺകുട്ടികളുടെ പേരുമാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടെ വേഗം പറയാം. ശിവാംഗി കൃഷ്ണകുമാർ, തൊപ്പി, മീരാനിൽ, കിച്ചു സുധി, ഷീന സന്തോഷ്, ഹൈദർ അലി, അച്ചു സുഗന്ധ്, വിവേക് ഗോപൻ, തുമ്പി, രോഹൻ ലോണ, ശ്രീലക്ഷ്മി ബോണിറ്റ, ഫസ്മിന, ആദർശ്, ആകാംക്ഷ, അനീഷ് രവി, തുപ്പൽ പൊട്ടാസ്, മെഹർ ഫാത്തിമ, വ്യാസൻ, ദീപക് മോഹൻ, അബിൽ ദേവ്, റാഷിദ. 21 പേര്. എൻ്റെ കഴിഞ്ഞ പ്രഡിക്ഷൻ ലിസ്റ്റിലെ പേരോട് ഞാൻ പെട്ടെന്നൊന്ന് പറയുവാണ്, ഫോട്ടോ കാണിക്കുന്നില്ല. അത് കഴിഞ്ഞ വീഡിയോയിലോട്ട് പോയി കണ്ടു നോക്കുക. നമ്മുടെ സന്ധ്യാമ്മ, സിദ്ധാർത്ഥ് പ്രഭു, വിനു വിജയ്, നീന കുറുപ്പ്, തനൂജ് മേനോൻ, ഏഞ്ചൽ ബേബി അശ്വതി, ബിജു സോപാനം, ഐശ്വര്യ റംസായി, അഞ്ജലി നായർ, സാജൻ സൂര്യ, ബിഗ് ബോസ് റിവ്യൂവർ രേവതി, ആയിഷ, ആദിത്യൻ ജയൻ, മൃദുല വിജയ്, റോഷൻ ബഷീർ, മീര വാസുദേവ്, ലക്ഷ്മി നക്ഷത്ര, കാർത്തിക് സൂര്യ, രാഹുൽ ഈശ്വർ, ശ്രീലക്ഷ്മി അറക്കൽ. അപ്പോൾ ആ 20 പേരും ഈ 21 പേരും, ഈ 41 പേരുകൾ അവിടെ ഇരിക്കട്ടെ. ഇതിനകത്ത് ആരെങ്കിലുമൊക്കെ എന്തായാലും മക്കളെ ഉണ്ടാവും. അത് ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരിക്കൽ കൂടി ഞാൻ അവസാനമായിട്ട് പറയുന്നു, ഇതൊരു പ്രഡിക്ഷൻ ലിസ്റ്റ് ആണ്. പ്രഡിക്ഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധ്യതാ പട്ടികയാണ്. ആ സാധ്യതയിൽ ആരുടെ പേരും നമുക്ക് പറയാം. ബിഗ് ബോസ് റിവ്യൂവർ എന്നുള്ള നിലയ്ക്ക് അൻസിഫ് പറഞ്ഞ പേരാണ്. അപ്പം അതുകൊണ്ട് ഇതിനെ സാധ്യതയായിട്ട് മാത്രം കണക്കാക്കുക. ഇനി അങ്ങോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഓരോരുത്തരുടെയും കൺഫർമേഷൻസ് ഒക്കെ പറയാൻ പറ്റൂ. അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഒരു വിധത്തിൽ ഇറങ്ങി വെക്കത്തേ ഉള്ളൂ, അത് വേറെ കാര്യം. അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പേരുടെ പേര് ഇപ്പോൾ പ്രഡിക്ഷനിൽ ഇരിക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. മറക്കാതെ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. നിങ്ങൾക്ക് ബിഗ് ബോസിൽ ആരാണ് വരണം എന്ന് ആഗ്രഹം, അത് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ പ്രേക്ഷകരുടെ എല്ലാവരുടെയും കൂടെ ആഗ്രഹം, കമൻറ്റ്, അതെല്ലാം കൂടെ വായിച്ചിട്ടൊരു വീഡിയോ, ഒരു പ്രഡിക്ഷൻ പോലെ പ്രേക്ഷകരുടെ പ്രഡിക്ഷനായിട്ട് ചെയ്യാം. അപ്പം നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടേക്കാം, അത് നിങ്ങൾ എല്ലാവരും അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ.